ഞങ്ങളൊക്കെ പൊതുവെ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും വല്ലപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ തോന്നിയിട്ടില്ല സാറിന് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന്? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏകാന്തത എനിക്ക് ഭയമാണ് സാർ, ഏറ്റവും അധികം ഭയമാണ്. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ലപോലെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തോടു കൂടി കിടക്കുന്നത് കൊണ്ട് മിക്കവാറും ദിവസങ്ങൾ എന്നെ ഈ എത്തേണ്ട സ്ഥലത്ത് വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കാറ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇടയ്ക്ക് ഞാൻ ഉണർന്നു പോയാൽ എനിക്ക് വലിയ ടെൻഷൻ. കാരണം അന്നേരം ബാക്കിയുള്ളവരെല്ലാം കിടന്നുറങ്ങുക, അവിടെ കൂടെയുള്ളവരെല്ലാം കിടന്നുറങ്ങുക, ആരുമായിട്ട് ഇടാനൊക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയമെന്ന് പറയുന്നത് എനിക്കപ്പം പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഏറ്റവും അധികം അതുകൊണ്ട് തന്നെയാണ് ഏകാന്തത ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ആളുകളുടെ നടുവിൽ വരുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഒരു മറ്റൊരാളായിട്ട് മാറുക. ഇപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് പെരുമാറാം? ഇപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഒരാളോട് ദേഷ്യപ്പെടാം, എനിക്കൊരാളായിട്ട് വഴക്ക് കൂടാം, വേണമെങ്കിൽ ആർത്തട്ടഹസിച്ചിരിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അത് പറ്റില്ല. ചിലപ്പോൾ സ്വകാര്യ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖത്ത് വിടർന്ന ചിരിയായിട്ട് ഫുൾ ടൈം ആൾക്കാരുടെ മുമ്പിൽ വരേണ്ട ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന ഒരു കമൻറ്റ് പോലും അതാണ്, വിടർന്ന ചിരിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു അസ്വസ്ഥത എപ്പോഴെങ്കിലും തോന്നാൻ? ഞാൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് തന്നെ ഈ പൊതുപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ബാലിയൻ സഖ്യത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ഇറങ്ങി. അങ്ങ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും ഏതെങ്കിലും പ്രവർത്തനത്തിലായിരിക്കും. അതങ്ങനെ ഒരു ശീലമായിട്ട് അങ്ങോട്ട് വന്ന് ഇപ്പം ജനക്കൂട്ടത്തിൽ ബന്ധപ്പെട്ട് പോകുന്ന കാര്യത്തിലും തുടർച്ചയായ യാത്രയുടെ കാര്യത്തിലുമൊക്കെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. സാറിൻ്റെ ഈ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ കൂടെ പഠിച്ച ജോർജ് ഓണക്കൂർ ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ക്ലിപ്പിങ്സ് നമുക്കിവിടെ കാണാം. അതിനുശേഷം നമുക്ക് ചർച്ച തുടരാം. ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഞാൻ തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ഈ BL-ൻ്റെ പരീക്ഷയ്ക്ക് ചേരുന്നത്. പരീക്ഷ നടക്കുന്ന സമയത്ത് കുട്ടികൾ ബാനർജി റോഡിൽ ട്രാൻസ്പോർട്ട് ബസ് വിക്കറ്റ് ചെയ്യുന്നു. ഞാൻ ആ ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു ഉമ്മൻചാണ്ടി. അല്ല സ്വകാര്യമായിട്ട് പരീക്ഷ എഴുതിയിട്ട് പോന്നു കളയാമെന്ന് വിചാരിച്ചില്ല. പരീക്ഷാ ഹാളിൽ നിന്ന് പൊതുപരീക്ഷയുടെ അവസരത്തിൽ അത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി വന്ന് വിദ്യാർത്ഥി സമരത്തിൻ്റെ മുൻപിൽ ഇരുന്ന ഉമ്മൻചാണ്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ബാനർജി റോഡിലെ തിളച്ച ടാറിൽ കുത്തിയിരുന്നുകൊണ്ട് ഉച്ചവെയിലിൽ സമരം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ചിത്രവും എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ MLA ആണ്. അധികാരത്തിൻ്റെ പടവുകളിലെങ്ങും ഇല്ല, ഏകാഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ മോനും മറിയയും അച്ചുവും ഒക്കെ ഓരോ കവറുമായിട്ട് വരുന്നു. അപ്പോൾ കവറിനകത്ത് ഓരോ കടലാസുണ്ട്. ഇത് കൊണ്ടുവന്ന് അപ്പയ്ക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി ഇത് വാങ്ങിച്ച് നോക്കുന്നു, ഓരോ കടലാസും മറിച്ച് നോക്കിയിട്ട് എന്ന് തല ഉലുക്കി കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി ശ്രീമതി ബാവയോട് ചോദിച്ചത്, എന്താ ഈ കുട്ടികൾ ഈ കടലാസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഈ കവർ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമതി വളരെ തമാശ രൂപേണ എന്നോട് പറഞ്ഞു, സാറേ കുഞ്ഞുഞ്ഞിന് ദിവസവും ഓരോ നിവേദനം കിട്ടിയില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്ത് MLA ആയിട്ടിരിക്കുമ്പോൾ നിവേദനത്തിന് വലിയ പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ട് മക്കൾ ദിവസവും ഓരോ കവർ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പ വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഉമ്മൻചാണ്ടി എന്നെനിക്ക് മനസ്സിലായി. കാര്യം കാണാൻ വേണ്ടി മാത്രം വരുന്നവരല്ലേ പൊതുവെ രാഷ്ട്രീയക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ഭരണകർത്താക്കളുടെ അടുത്ത്? അങ്ങനെ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം തന്നെ എൻ്റെ ജനസമ്പർക്ക പരിപാടി ഞാൻ ചെയ്ത സമയത്ത് അതിനകത്ത് വ്യക്തിപരമായി ഏതെങ്കിലും ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടി വരുന്ന അപേക്ഷകളെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ചുരുക്കമായിട്ടുള്ള ഇത് മാത്രമാണ്, വളരെ ചുരുക്കം. ബാക്കിയെല്ലാം ഒന്നുകിൽ പൊതു ആവശ്യം, അല്ലെങ്കിൽ നീതി നിഷേധിച്ചിട്ട് അതിലുള്ള അമർഷവും പ്രയാസവും. അതല്ലാതെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതൊക്കെ വളരെ ചുരുക്കമാണ്.